ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. ഓക്കെ, നമ്മുടെ 6ാം ക്ലാസ്സിലെ മെഡീവൽ വേൾഡ് മധ്യകാലം എന്ന ചാപ്റ്ററിൽ, മധ്യകാല ലോകം എന്ന ചാപ്റ്ററിൽ നമ്മുടെ തുടക്കത്തിൽ തന്നെ നമുക്ക് പഠിക്കാനുള്ളത് മെഡീവൽ യൂറോപ്പിനെ കുറിച്ചാണ് അല്ലേ. അപ്പോൾ ഈ ഒരു മെഡീവൽ യൂറോപ്പിനെ നമുക്ക് കുറച്ച് വിഭാഗങ്ങളായി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ. ഈ സമൂഹത്തിന്റെ ഉയർന്ന പദവിയിൽ നിൽക്കുന്നതാണ് രാജാവ് അല്ലെങ്കിൽ കിങ് എന്ന് പറയുന്നത്. കിങ്ങിന് തൊട്ട് താഴെയായിട്ട് ലോർഡ്സ്, പ്രഭുക്കന്മാരാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും, ഈ രാജാക്കന്മാരും പ്രഭുക്കന്മാരും സെയിം അല്ലേ? അല്ല, രാജാവ് എന്ന് പറയുന്നത് പരമാധികാരിയാണ് കേട്ടോ. ഒരു രാജ്യത്തിന്റെ പരമാധികാരിയാണെന്ത് രാജാവ് എന്ന് പറയുന്നത്. ഈ പ്രഭുക്കന്മാരെന്ന് പറയുന്നത് അവർക്ക് താഴെ ഒരുപാട് ലാൻഡ്, ഒരുപാട് ഭൂമിയൊക്കെ കൈവശം വെക്കുന്ന ആളുകളാണ് ഈ ലോർഡ്സ്, പ്രഭുക്കന്മാർ എന്ന് പറയുന്നത്. ഈ പ്രഭുക്കന്മാരുടെ തൊട്ട് താഴെയായിട്ട് ലെസർ ലോർഡ്സ്, ഇടപ്രഭുക്കന്മാരുണ്ട്. ദെൻ സമൂഹത്തിന് ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്നത് ഫാമേഴ്സ് അല്ലെങ്കിൽ കർഷകരായിരുന്നു. ഓക്കെ, നമുക്ക് ഓരോരുത്തരും നോക്കിയാലോ. മിസ് പറഞ്ഞില്ലേ, സമൂഹത്തിന്റെ ഹയർ സ്റ്റാറ്റസിൽ നിൽക്കുന്നതാണെന്ത് കിങ് എന്ന് പറയുന്നത്. ദ കിങ് എൻജോയ്ഡ് ദ ഹയർ സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി അല്ലെ. ഏറ്റവും എന്താണ് ഹയർ സ്റ്റാറ്റസിൽ നിൽക്കുന്ന ആരാണ്? രാജാവായിരുന്നു. ഹി വാസ് ദ സോൾ ഓണർ ഓഫ് ദ എൻറ്റയർ ലാൻഡ്. അതായത് മൊത്തം ലാൻഡിന്റെ, നമ്മുടെ ഒരു രാജ്യത്തിന്റെ എൻറ്റയർ ലാൻഡിന്റെ ഉടമസ്ഥൻ ആരാണ്? ഓണർ ആരാണ്? രാജാവാണ്, കിങ് ആണ്. ഓക്കെ, അവ സമൂഹത്തിന്റെ ഏറ്റവും ഉയർന്ന പദവിയിൽ നിൽക്കുന്ന ആളാണ് ആര്? രാജാവ്. കംപ്ലീറ്റ് എൻറ്റയർ ലാൻഡിന്റെയും ഓണർ ആരാണ്? രാജാവാണ്. ഓക്കെ, രാജാവാണ് എന്ത് എല്ലാത്തിന്റെയും തലവൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ രാജാവ് എന്ത് ചെയ്യും? ഈ രാജാവ് ഒരുപാട് ലാൻഡ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ പ്രഭുക്കന്മാർക്ക് എന്ത് ചെയ്യും? ലാൻഡ് കൊടുക്കും, ഭൂമി പ്രഭുക്കന്മാർക്ക് കൊടുക്കും. ഓക്കെ, ഇതിനു പകരമായിട്ട് എന്താ? പ്രഭുക്കന്മാര് നമ്മുടെ രാജാക്കന്മാർക്ക് എന്ത് കൊടുക്കും? സൈനിക സേവനം കൊടുക്കും കേട്ടോ. സൈനിക സേവനം, അതായത് ഹി ഡിസ്ട്രിബ്യൂട്ടഡ് ലാൻഡ് എമംഗ് ദ ലോർഡ്സ്. രാജാവ് എന്ത് ചെയ്യുന്ന പറയുന്നത് ലാൻഡ് ലോർഡ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും, വിതരണം ചെയ്യും. എന്നിട്ടോ റിട്ടേൺ ആയിട്ട് എന്ത് കൊടുക്കുന്നു? ദ ലോർഡ്സ് ഓഫേർഡ് മിലിറ്ററി സർവീസ്. പ്രഭുക്കന്മാർ എന്ത് ഓഫർ ചെയ്യുന്ന പറയുന്നത്? മിലിറ്ററി സർവീസ് അല്ലെങ്കിൽ സൈനിക സേവനം എന്താണ്? രാജാവിന് ഓഫർ ചെയ്യും. ദെൻ നെക്സ്റ്റ് വന്നിട്ട് ഈ ലോർഡ്സ് എന്ത് ചെയ്യുന്നറിയോ? ഈ കിട്ടുന്ന ലാൻഡിന്റെ ആ ഒരു വിഭാഗം ആർക്ക് കൊടുക്കുന്നു? ഇടപ്രഭുക്കന്മാർക്ക് കൊടുക്കുന്നു കേട്ടോ. ഓരോ പ്രഭുവും തനിക്ക് ലഭിച്ച ഭൂമിയുടെ ഒരു ഭാഗം ഇടപ്രഭുക്കന്മാർ എന്ന മറ്റൊരു വിഭാഗത്തിന് നൽകി. ഓക്കെ, അതായത് നമ്മുടെ ലോർഡ്സ് എന്ത് ചെയ്തു? അവർക്ക് കിട്ടുന്ന ഒരു ഭാഗം ആർക്ക് കൊടുക്കുന്നു? ഇടപ്രഭുക്കന്മാർ അല്ലെങ്കിൽ ലെസർ ലോർഡ്സിന് കൊടുക്കുന്നു. പകരം പ്രഭുക്കന്മാർ അവരിൽ നിന്ന് സേവനങ്ങൾ, സർവീസസ് ആവശ്യപ്പെടുന്നു. ഓക്കെ, ഇതിന്റെ ഒരു പോക്ക് മനസ്സിലായില്ലേ? രാജാവ് ലോർഡ്സിന് കൊടുക്കുന്നു, ലോർഡ്സ് ആർക്ക് കൊടുക്കുന്നു? ഇടപ്രഭുക്കന്മാർക്ക് കൊടുക്കുന്നു. ഓക്കെ, രാജാവിന് ലോർഡ്സ് എന്ത് കൊടുക്കുന്നു? സൈനിക സേവനം കൊടുക്കുന്നുണ്ട് അല്ലെ. അതുപോലെ ആ ഇടപ്രഭുക്കന്മാർ എന്താണ്? നമ്മുടെ ലോർഡ്സിന് എന്ത് കൊടുക്കും? സർവീസസ്, സേവനങ്ങൾ കൊടുക്കുന്നുണ്ട്. Then this social system is medieval Europe formed on the basis of land ownership is called feudalism. അതായത് ഇത്തരത്തിൽ ഭൂമിയുടെ ഉടമസ്ഥാവകാശം കൈവശം വെച്ച് അടിസ്ഥാനമാക്കി മധ്യകാല യൂറോപ്പിൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു സംവിധാനമാണ് അല്ലെങ്കിൽ ഒരു സാമൂഹിക വ്യവസ്ഥ, ഒരു സോഷ്യൽ സിസ്റ്റമാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ലാൻഡ് ഓണർഷിപ്പിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മുടെ മെഡീവൽ യൂറോപ്പിൽ വന്നിട്ടുള്ള ഒരു സോഷ്യൽ സിസ്റ്റമാണ് എന്താ ഫ്യൂഡലിസം എന്ന് പറഞ്ഞാൽ. ഓക്കെ, നമുക്ക് നോക്കാം. മിസ് പറഞ്ഞില്ലേ, ഏറ്റവും താഴെ തട്ടിൽ അല്ലെ നമ്മുടെ സമൂഹത്തിന്റെ, ഇതിപ്പോ ഒരു സമൂഹമാണെങ്കിൽ ഏറ്റവും അടിത്തട്ടിൽ താഴെ നിൽക്കുന്നവരാണ്? ഫാമേഴ്സ് ആണ് അല്ലെ. ഫാമേഴ്സ് അല്ലെങ്കിൽ കർഷകരാണെന്ത് ഏറ്റവും താഴെ തട്ടിൽ നിൽക്കുന്നത്? ഫാമേഴ്സ് ആണ്. അത് മാത്രമല്ല, ഒരു ഭൂരിഭാഗവും നമ്മുടെ ഇപ്പോൾ ഒരു യൂറോപ്യൻ സമൂഹത്തിൽ ഭൂരിഭാഗം എന്താണ്? ഫാമേഴ്സ് ആണ്, കർഷകരാണ് ഉണ്ടാവുന്നത്. ഓക്കെ, ഫ്യൂഡൽ സമൂഹത്തിന് ഏറ്റവും താഴെ തട്ടിലുള്ളത് കർഷകരായിരുന്നു. ഫാമേഴ്സ് സ്റ്റൂഡ് അറ്റ് ദ ലോവർ സ്ട്രാറ്റോ അല്ലെ. ഏറ്റവും ലോവർ സ്റ്റാറ്റസിൽ നിൽക്കുന്നത് ആരായിരുന്നു? കർഷകരായിരുന്നു. ദെൻ ഭൂരിഭാഗം എന്താണ്? മെജോറിറ്റി എന്താണ്? കർഷകർ തന്നെയായിരുന്നു. എന്നിട്ട് എന്താണ്? പ്രഭുക്കന്മാരുടെയും കൃഷിയിടങ്ങളിലൊക്കെ അവിടുത്തെ വീടുകളും പ്രഭുക്കന്മാരുടെ വീടുകളിലും കൃഷിയിടങ്ങളിലൊക്കെ എന്താണ്? ജോലി ചെയ്യാൻ എന്താണ്? ഇവർ നിർബന്ധിതരായിരുന്നു. കർഷകർ നിർബന്ധിതരായിരുന്നു. ഇവരെ കൊണ്ട് എന്താണ്? നല്ലോണം പണിയെടുപ്പിക്കുകയായിരുന്നു ഈ പ്രഭുക്കന്മാരൊക്കെ. അവരുടെ കൃഷിയിടത്തിലും അല്ലെങ്കിൽ അവരുടെ വീടുകളിലൊക്കെ എന്താണ്? കമ്പൽ ചെയ്തിട്ട് എന്താണ്? ജോലി ചെയ്യിപ്പിക്കലായിരുന്നു കേട്ടോ. ദെൻ ഈ പ്രഭുക്കന്മാരുടെ കൈവശം ഉണ്ടായിരുന്ന ഈ ലാൻഡിനെ വിളിക്കുന്ന പേരാണ് മാനർ എന്നത്. ഓക്കെ, ഈ പ്രഭുക്കന്മാരെ കൈവശം വെച്ചിരുന്ന ആ ലാൻഡിനെ നമ്മൾ മാനർ എന്നായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ എ പാർട്ട് ഓഫ് ഫ്രം ഫീൽഡ്സ് ഈച്ച് മാനർ കൺസിസ്റ്റഡ് ഓഫ് മീഡോസ്. മാനർ ഹൗസ് വെച്ചെന്താ? അതായത് ലോർഡ്സ്, പ്രഭുക്കന്മാരുടെ വീടുകളെയാണ് വിളിക്കുന്നത്. മില്ലുണ്ടാവും. ഹട്ട്സ് ഓഫ് ഫാമേഴ്സ്, അതായത് ഫാമേഴ്സിന്റെ കുടിലുകൾ ഉണ്ടാവും. പ്ലേസ് ഓഫ് വേർഷിപ്പ്, അതായത് ഓരോ മാനറിലും, അതായത് ഈ ലോഡ് കൈവശം
ലക്ഷ്യം വെക്കുന്ന മാനറില്ലേ, ആ ഒരു ലാൻഡില്ലേ, അവിടെ എന്തൊക്കെ ഉണ്ടാവും അറിയോ? കൃഷിഭൂമിക്ക് പുറമെ മേച്ചിൽപ്പുറങ്ങൾ ഉണ്ടാവും പ്രഭുവിന്റെ, അതായത് ലോർഡ്സിന്റെ റെസിഡൻസ് വീടുകൾ ഉണ്ടാവും, മില്ലുകൾ ഉണ്ടാവും, കർഷകരുടെ കുടിലുകൾ ഉണ്ടാവും, പ്രാർത്ഥനാലയം ഒക്കെ ഉണ്ടാവും. ഓക്കെ, ഈ ഈ ഒരു ലാൻഡിൽ, അതായത് പ്രഭുക്കന്മാർ വെക്കുന്ന ലാൻഡിനെയാണല്ലോ നമ്മൾ എന്ത് വിളിച്ചുകൊണ്ടിരുന്നത്, മാനർ എന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. ഈ ഓരോ മാനറിൽ കൃഷിഭൂമിക്ക് പകരമായിട്ട് അത് മാത്രമല്ല, അവിടെ ലോർഡ്സിന്റെ വീടുകൾ ഉണ്ടാവും, കർഷകരുടെ കുടിലുകൾ ഉണ്ടാവും, പ്രാർത്ഥനാലയങ്ങൾ ഉണ്ടാവും, മേച്ചിൽപ്പുറങ്ങൾ ഉണ്ടാവും, ഇതൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മൾ മിഡീവൽ യൂറോപ്പിനെ നമ്മൾ കുറച്ച് വിഭാഗങ്ങളാക്കി മാറ്റിയിട്ടുണ്ടായിരുന്നു അല്ലെ. കിങ് എന്നും ലോർഡ്സ് എന്നും ദെൻ ലെസർ ലോർഡ്സ് എന്നും ഫാമേഴ്സ് എന്നും. അപ്പൊ ഇവരെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഇതേപോലത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരുന്നതായിരിക്കും. ബൈ.